ഉണ്ടാക്കാൻ പോകുന്നത് എയർ അടിക്കുന്ന ഒരു ബ്ലോവർ ഫാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നനഞ്ഞ വിറക് നമുക്ക് കത്തിക്കാൻ ഉപയോഗിക്കാം. അതേപോലെ തറയിലുള്ള പൊടികളൊക്കെ നമ്മൾ ചൂലും കൊണ്ട് അടിക്കുന്നതിന് പകരം എയർ അടിച്ച് നമുക്ക് പൊടികളൊക്കെ ഒഴിവാക്കാവുന്നതാണ്. അങ്ങനത്തെ ഒരു 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ബ്ലോവർ മെഷീനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇതേപോലെ 12 വോൾട്ടിന്റെ ഒരു ബ്ലോവർ ഫാൻ വാങ്ങണം. ഇത് ഇലക്ട്രോണിക് ഷോപ്പുകളിൽ കിട്ടും. അത്യാവശ്യം നല്ല പവറുള്ള ഒരു ഫാനാണ്. പിന്നെ ആവശ്യം നമുക്ക് ഇതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ചെറിയ മൊഡ്യൂളും കൂടി വാങ്ങണം. ഇതും ഇലക്ട്രോണിക് ഷോപ്പിൽ കിട്ടും. ഇതിൽ ഓൺ ഓഫ് ഇതിൽ വരുന്നുണ്ട്. സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഇതിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു പഴയ സെറ്റപ്പ് ബോക്സിന്റെ ഇതേപോലത്തെ ഒരു അഡാപ്റ്റർ ആവശ്യമാണ്. വർക്ക് ചെയ്യുന്ന ഒരു പഴയ അഡാപ്റ്റർ എടുത്താൽ മതി 12 വോൾട്ടിന്റെ. ഇനി ഇതേപോലെ ഒരു സോക്കറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അത് ഈ അഡാപ്റ്ററിൽ പിന്നെ നമുക്ക് ഈ മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കൊരു സ്ക്വയർ ടൈപ്പ് ഫാബ്രിക്കേഷൻ പൈപ്പ് നമുക്ക് വേണം. ഇത് 7.4 അളവിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത്, സെന്റിമീറ്റർ. ഒരു 3/4 മീറ്ററോളം നീളം ഞാൻ എടുത്തിട്ടുണ്ട്. നീളം നമുക്ക് എത്ര വേണേലും എടുക്കാവുന്നതാണ്. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നീളം കൂട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇത് നിർമ്മിച്ചു നോക്കാം. ആദ്യം നമുക്ക് ഈ സ്പീഡ് കൺട്രോളറിലേക്ക് കണക്ട് ചെയ്യാം. ആദ്യം സോക്കറ്റ് എടുക്കുക. സോക്കറ്റിൽ 2 വയർ ഇതേപോലെ പോസിറ്റീവ് നെഗറ്റീവ് സോൾഡർ ചെയ്യണം. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വയർ സോൾഡർ ചെയ്ത സോക്കറ്റ് വാങ്ങാൻ കിട്ടും. അതിൽ പോസിറ്റീവ് എടുക്കുക. പോസിറ്റീവ് നമ്മൾ ഈ മൊഡ്യൂളിൽ V+, V- എഴുതിയിട്ടുണ്ട്. അത് വോൾട്ടേജ് പ്ലസ് മൈനസ് ആണ്. അതിൽ ചുമപ്പ് നമ്മൾ വോൾട്ടേജ് പ്ലസിലേക്ക് നമ്മൾ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യുക. സോൾഡർ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ചെയ്തുണ്ടാക്കാം. ആദ്യം V+ ടൈറ്റ് ചെയ്യുക. തൊട്ടപ്പുറത്ത് V- ഉണ്ട്, അതിലേക്ക് നെഗറ്റീവ് കൊടുക്കുക. ഇനി നമുക്ക് ബ്ലോവർ ഫാന് കണക്ട് ചെയ്യാം. ഫാനിന്റെ പോസിറ്റീവ് നെഗറ്റീവ് വയർ എടുക്കുക. അതിൽ തൊട്ടപ്പുറത്ത് M+, M- എഴുതിയിട്ടുണ്ട്. അതിൽ M+ലേക്ക് പോസിറ്റീവ് കൊടുക്കുക. M- നെഗറ്റീവും കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇത് കണക്ട് ചെയ്യാൻ. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതേപോലെയുള്ള AC ഫാനുകളൊക്കെ ബ്ലോവറൊക്കെ നമുക്ക് 1000 രൂപ താഴെ നമുക്ക് വാങ്ങാൻ കിട്ടും. പക്ഷെ ഇത് DC ബ്ലോവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് 12 വോൾട്ട് കണക്ട് ചെയ്താൽ, ബാറ്ററി കണക്ട് ചെയ്താൽ നമുക്കിത് വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കത് പൈപ്പിലേക്ക് കണക്ട് ചെയ്യാം. ഇതേ രീതിയിൽ ഇത് കറക്റ്റ് അളവാണ്. 7.4 സെന്റിമീറ്റർ ഉള്ള സ്ക്വയർ ടൈപ്പ് പൈപ്പ് എടുത്താൽ മതി. കണക്ട് ചെയ്തു. ഇനി വേണമെങ്കിൽ നമുക്കിത് സ്ക്രൂ ചെയ്ത് വെക്കാം. സ്ക്രൂ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഊരി എടുക്കേണ്ടതായതുകൊണ്ട് സ്ക്രൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിവിടെ ഞാൻ തൽക്കാലത്തേക്ക് ഒരു ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ചെറിയൊരു കേസിൻ്റെ അകത്താക്കിയിട്ട് ഉറപ്പിച്ച് വെക്കാവുന്നതാണ്. ഇതേപോലെ ഒരു ഡബിൾ ടേപ്പ് വെച്ച് ഇവിടെ ഒട്ടിക്കുക. ഓക്കെ. ഇനി അഡാപ്റ്റർ എടുത്തിട്ട് അഡാപ്റ്ററിന്റെ പിന്ന് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുക. ഇനി നമുക്കൊന്ന് പ്രവർത്തിച്ച് നോക്കാം. ഈ സ്വിച്ച് തിരിച്ചാൽ ഓൺ ആവും. ഇത് നമുക്ക് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കാനും ഇതിൽ തന്നെ നമുക്ക് ചെയ്യാം. അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. ഇനി നമുക്കൊന്ന്
നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല പവറാണ് ഇതിന്. ഇതേപോലെയുള്ള 3.7 വോൾട്ടിന്റെ 3 ബാറ്ററി തമ്മിൽ സീരീസ് ചെയ്ത് യോജിപ്പിച്ചിട്ട് അതിൽ നിന്ന് 12 വോൾട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ പിന്നിലേക്ക്, ബ്ലോവറിന്റെ ഇതേ പിന്നിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡാപ്റ്റർ ഇല്ലാതെ കൊണ്ടു നടക്കാനൊക്കെ എളുപ്പമായിരിക്കും. ആ രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.